ഗുഡ് മോർണിംഗ് ഗായ്സ്. അങ്ങനെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നേരെ റൂമിൽ വന്ന് സുഖം ഉറക്കുമായിരുന്നു. ഇപ്പം സമയം 10 മണിയായി. ഇപ്പം ഫ്രഷായി ടോയ്ലറ്റിലൊക്കെ പോയി ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. 11 മണിക്ക് ചെക്കൗട്ട് ചെയ്യണം. അങ്ങനെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് താഴോട്ടിറങ്ങിയാണ്. അവരെല്ലാവരും അപ്പുറത്തുണ്ട്, അവർ പാക്കിംഗ് കഴിഞ്ഞ്. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ പോണ വഴിക്ക് ഞാൻ പറയാം, സമയമില്ല. ഓക്കെ ഗായ്സ്, നമ്മളിപ്പം പോണ വഴിയാണ്. ഡോഗ്മാൻ ഉണ്ടോ നമ്മുടെ കോർപ്പറേഷനിൽ നിന്ന്? നമ്മുടെ നാട്ടിലൊക്കെ കാണും, കോർപ്പറേഷനിൽ നിന്ന് വണ്ടി ഒന്ന് പട്ടി എടുത്തോണ്ട് പോണത് കണ്ടോ. ഇതാണ് ഡോഗ് വണ്ടി. ഈ തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ ഈറോഡ് ഞാൻ ഇപ്പോൾ വന്നപ്പം കണ്ടത് മൊത്തം ഇവിടുത്തെ ടാക്സി, റെഡ് ടാക്സിയാണ്. റെഡ് ടാക്സി ഞാൻ കാണിച്ചു തരും. കണ്ടോ, റെഡ് ടാക്സിയുടെ ഈക്കോയാണ്. അതുകൊണ്ട് അവിടെ ഒരു റെഡ് ടാക്സി ഇറങ്ങണുണ്ടോ, സ്വിഫ്റ്റ്. ഇവിടെ മിക്ക അടുത്ത് റെഡ് ടാക്സിയാണ്. ഇപ്പോൾ നമ്മൾ വന്നത് ഫുഡ് കഴിക്കാണ്ട്. ഇന്നലെ വന്ന സെയിം കടയിൽ തന്നെ, നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്താണ്. അങ്ങനെ അടുത്ത ലൊക്കേഷനിലെത്തി. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ഇങ്ങോട്ടാണ് വന്നത്. ഇതിപ്പം നമ്മുടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ റോഡ്, പെരിയാർ നഗർ, മരപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പോയ സ്ഥലത്ത് നമ്മൾ ഉദ്ദേശിച്ച മെറ്റീരിയൽ കിട്ടിയില്ല. നമ്മൾ മെറ്റീരിയൽ നോക്കണുണ്ട്, ഡ്രസ്സും നോക്കുന്നുണ്ട്. ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കോട്ടൺ മെറ്റീരിയലാണ് നോക്കുന്നത്. ഒരു ലേഡീസ് ടൈപ്പ്. ജെൻസ് ഉണ്ടെങ്കിൽ ജെൻസ് ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യണില്ല. നമ്മളിപ്പോൾ മെയിനായിട്ട് ലേഡീസ് ടൈപ്പാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ അത് നോക്കാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. സാധനം ഇവിടെ കിട്ടുമോ നോക്കാം. നമ്മൾ ഓൾറെഡി നമ്മൾ കോയമ്പത്തൂർ സാധനം എടുക്കുന്നുണ്ട്. അതിനെക്കാളും റേറ്റ് കുറച്ച് ഡയറക്റ്റ് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുമോ നോക്കാനായിട്ടാണ് നമ്മൾ ഈ ട്രിപ്പ് ആയിട്ട് തുടങ്ങിയത്. അതിനോടൊപ്പം നമ്മുടെ പുതിയൊരു പരിപാടി ഇതിലുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. നമുക്ക് ആദ്യം ഡ്രസ്സിൻ്റെ നോക്കിയിട്ട് വരാം. ഇവിടെ 2-3 ഷോപ്പുണ്ട്. ഒരു കോണ്ടാക്ട് കിട്ടിയതാണ്, അങ്ങനെയാണ് ഇവിടെ വന്നത്. ഇറങ്ങിയെടുത്ത് തന്നെ കുറേ കടകളുണ്ട്. ഡ്രസ്സിൻ്റെ നൈറ്റി, കിഡ്സിൻ്റെ ഡ്രസ്സ്, അങ്ങനെ മിക്ക സാധനങ്ങളുണ്ട്. ഇന്നലത്തെ പോലെ ബനിയൻ ക്ലോത്ത് ആണെങ്കിൽ പണിയാണ്. അതാണ്ട് ക്ലോത്ത് ഇവിടെ നിന്ന് ഇന്നലെ കണ്ടതിൽ വ്യത്യാസമുണ്ട്. ഗായ്സ്, ഇവിടെയും ഈ ടൈപ്പാണ്, ഫുള്ള് ബനിയൻ ക്ലോത്തും പരിപാടിയൊക്കെയാണ്. നമ്മൾ ഉദ്ദേശിച്ച് വന്ന സാധനങ്ങൾ ഇവിടെ ഇല്ല. ഇപ്പം 2-3 കടകൾ കയറി, ഇപ്പം ഇവിടെ ഇല്ല. അത് പഴയ ടോപ്പൊക്കെയാണ്. ഈ ഡിസൈൻസ് ഉണ്ടോ? പക്ഷെ ഇന്നലെ കണ്ടതിലും കുറച്ച് സാധനങ്ങളുണ്ട്. എന്നാലും നമ്മളെ ഒരു പുള്ളിയുണ്ട് ഇവിടെ, പുള്ളിയുടെ ഷോപ്പിൽ നിന്ന് എടുക്കാനാണ് പറഞ്ഞ് വന്നത്. അങ്ങോട്ട് കൂടി പോയി നോക്കാം. നമ്മൾ ഉദ്ദേശിച്ച കോട്ടൺ ക്ലോത്ത് ഇവിടെയും ഇല്ല. ഇവിടെ ഫുള്ള് ബനിയൻ ടൈപ്പും, പിന്നെ ഒറിജിനൽ കോട്ടൺ നല്ല ക്വാളിറ്റി ഇല്ല. നമുക്ക് ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകാം. വേറൊരു കോണ്ടാക്ട് കിട്ടിയിട്ടുണ്ട്, അങ്ങോട്ടും കൂടി പോയി നോക്കാം. ഗൈസ് കണ്ടോ, ഇത് നമ്മൾ ഇന്നലെ വന്ന വഴിയല്ലേ? അതാ പറഞ്ഞ ഈശ്വരൻ കോവിൽ വീതി. നമ്മൾ ഇന്നലെ ആ റോഡാണ് വന്നത്. ഇത് ഈ റോഡിന്റെ ഓപ്പോസിറ്റ് ഇപ്പർ സൈഡ്. നമ്മൾ ഇന്നലെ സൺഡേ മാർക്കറ്റ് കണ്ട സ്ട്രീറ്റാണ്. ഇവിടുന്ന് നേരെ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് റൈറ്റാ? നമുക്ക് ഇവിടുന്ന് പോകേണ്ടത് ലെഫ്റ്റാണ്. ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത് കേട്ടോ. ഇതിനകത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ ഒരു ഷോപ്പുണ്ട്, ഈശ്വരൻ കോവിൽ നഗർ. അതാണ് ഈ ഒരു ലൊക്കേഷൻ്റെ പേര്. ഈശ്വരൻ കോവിൽ വീതി. അതാണ് ഈശ്വരൻ കോവിൽ സ്ട്രീറ്റ് നഗർ. ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്സ്. ഗൈസ്, അങ്ങനെ ഈശ്വരൻ കോവിൽ നഗറിൽ വന്നിട്ട് ഖരീം മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലമാണിത്. ഇതൊരു മാള് പോലെയാണ് ഇരിക്കുന്നത്. വലിയ ബിൽഡിങ്ങാണ്. അകത്ത് സ്റ്റോളാണ്. പുള്ളിക്കാരൻ പറഞ്ഞത് സ്റ്റോളെന്നാണ് പറഞ്ഞത്. അകത്ത് നമുക്ക് എന്താണെന്ന് കയറി നോക്കാം. അതുകൊണ്ട് വലിയ ബിൽഡിങ്ങാണ്. ഇതിൻ്റെ അകത്ത് കാറ് പാർക്ക് ചെയ്ത് അതുകൊണ്ട് ഹരിച്ചയുടെ ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ ഹോൾസെയിലുണ്ട് റീറ്റെയിലുണ്ടെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. പക്ഷേ റീറ്റെയിലാണ് കൂടുതൽ പോണത്.
എന്താണെന്ന് ആദ്യം നോക്കട്ടെ. കയറി വന്നപ്പോൾ നമ്മുടെ കേദാരം പാളയം ഷോപ്പൊക്കെ ഇല്ലേ, അതുപോലെയൊക്കെ ഇരിപ്പുണ്ട്. റേറ്റും കൂടി എങ്ങനെയാണെന്ന് നോക്കണം. കാണാണ്ടില്ലേ, ഒരു മാള് ഫുള്ള് നിറച്ച് ഡ്രസ്സിൻ്റെ ബിസിനസ് മാത്രം. ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, ഹോൾസെയിലും റീറ്റെയിലും. നമ്മൾ വേറെ കട അന്വേഷിച്ചാണ് വന്നത്. ഇപ്പം ജസ്റ്റ് ഈ മാളിൻ്റെ അവിടെ പാർക്കിംഗ് കിട്ടിയപ്പോൾ കയറി നോക്കിയതാണ്. എന്തായാലും ഞാൻ ഓരോ കടകളൊന്ന് കയറി നോക്കട്ടെ. നഗരത്തിൻ്റെ ഒരു ഫ്രണ്ട് പോർഷനാണ്. ഒരു സ്ട്രീറ്റും ഫുള്ള് ഡ്രസ്സിൻ്റെ ബിസിനസ് മാത്രം. കൊണ്ടുവന്ന വഴിയിൽ ഒരു ഷോപ്പിൽ കയറി ഇവിടുത്തെ ചുമ്മാ ജസ്റ്റ് ഒന്ന് റേറ്റൊക്കെ നോക്കാം. കാരണം പെർമിഷൻ ചോദിച്ച് വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പം നമ്മൾ 2 ടോപ്പ് എടുത്ത് ജസ്റ്റ് സാമ്പിളായിട്ട്. റീറ്റെയിൽ പ്രൈസാണ് സാർ. രണ്ടും 1000 ആണ്. സിംഗിൾ പീസ് 1000 രൂപ വെച്ച് 2 എണ്ണം. റീറ്റെയിൽ പ്രൈസാണ്. നമ്മൾ ചുമ്മാ ഒന്ന് സാമ്പിൾ 2 എണ്ണം എടുത്തതേ ഉള്ളൂ. ഇവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ഡ്രസ്സുണ്ട്. ജീൻസ് അല്ലാണ്ട് പാൻറ്റും ഉണ്ട്, കോട്ടൺ പാൻറ്റുണ്ട്, ഷർട്ടുണ്ട്. ഈ ഷർട്ടിൻ്റെയും പാൻറ്റിൻ്റെ റേറ്റ് ഞാൻ ചോദിച്ചിട്ട് പറയാം. അണ്ണൻ്റെ കടയാണിത്. നിങ്ങളാ ഓണർ? ആ. பேண்ட் ரேட் எல்லாம் எப்படி? சைஸ் பார்த்தீங்கன்னா 28 to 36 வரைக்கும் பார்த்தீங்கன்னா 400 ருபீஸ்லேருந்து ஸ்டார்டிங். ஃபைனலாக பார்த்தீங்கன்னா 550 வரும் ஹை குவாலிட்டி பேண்ட்டு. அதே 38, 40, 42, 44 எல்லாமே ஸ்டார்டிங் பார்த்தீங்கன்னா 500 to ஃபைனல் ரேட் பார்த்தீங்கன்னா 650 வரைக்கும் இருக்குது. ஹை குவாலிட்டி பேண்ட்டு வச்சுருக்கேன். சட்டெல்லாம் பார்த்தீங்கன்னா சட்டை பார்த்தீங்கன்னா 150லேருந்து இருக்குது. சட்டை டாப் பார்த்தீங்கன்னா 150லேருந்து இருக்குது. டாப்பு சட்டை பார்த்தீங்கன்னா 200 ருபீஸ்லேருந்து இருக்குது. அதே சட்டை காம்போ ஆஃபரில் இருக்குது. 3 பீஸ் 1000 ருபீஸ், 3 பீஸ் 1100, 3 பீஸ் 1200, அந்த மாதிரி காம்போ ஆஃபரில் இருக்குது. ഗൈസ്, ഇത് നല്ല റേറ്റാണ്, നല്ല ഡീലാണ്. നിങ്ങൾ ആരെങ്കിലും ഈറോഡ് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യണം. എന്നാൽ ഈ കടയുടെ ലൊക്കേഷൻ ഒന്ന്. கடை நேம் பார்த்தீங்கன்னா கனி மார்க்கெட். பார்க்கில் இறங்கி பார்த்தீங்கன்னா கனி மார்க்கெட் காம்ப்ளெக்ஸ் பார்த்தீங்கன்னா உள்ளே வந்தீங்கன்னா நம்ம கடை நம்ம ഷോപ്പിനാണ് பார்த்தீங்கன்னா 111 സാർ. ഇവിടെ അങ്ങനെ ഷോപ്പ് നമ്പറാണ്. പേര് കടയുടെ പേരൊന്നും? കട നെയിം MBM കളക്ഷൻ. MBM കളക്ഷൻ. MBM കളക്ഷൻ എന്നാണ് കടയുടെ പേര്. കടയുടെ നമ്പർ 111. ഇവിടെ കടകൾക്ക് പേരൊന്നുമില്ല, നമ്പറാണ്. 111 കടയുടെ നമ്പർ. പുള്ളിയാണ് ഓണർ. നമ്മ കട. ഓക്കെ ഗൈസ്, ഇവിടെ നമ്പറാണ് 108 111. ഓക്കെ അണ്ണാ, പാക്കല. ശരി. നമ്മളിപ്പം കയറിയ ബിൽഡിംഗ് ഇല്ലേ, ഇത് തമിഴ്നാട് സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിൻ്റെ കീഴിൽ വരുന്ന ബിൽഡിംഗാണിത്. ഇവിടെ ഫ്രണ്ടിൽ ബോർഡ് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ ഈ ബോർഡ് വെച്ചിട്ടുണ്ട്, ഈറോഡ് സ്മാർട്ട് സിറ്റി ലിമിറ്റഡ്. ഗൈസ്, വേറൊരു കാര്യം, നമ്മൾ ഇന്നലെ നൈറ്റ് മാർക്കറ്റ് കാണാൻ പോയില്ലേ. നൈറ്റ് മാർക്കറ്റ് കാണാൻ പോയപ്പം നമ്മുടെ അടുത്ത് ആ കടക്കാർ ഒരാൾ പോലും ചോദിച്ചില്ല എന്ത് വേണം സാർ, കയറി വരൂ, എന്താണ് നോക്കണമെന്ന് ആരും ചോദിച്ചില്ല. അവിടുത്തെ മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഹോൾസെയിലാണ്, ബൾക്കിനാണ് അവിടെ നിന്ന് പോണത്. പക്ഷേ ഇവിടെ അതേപോലെയല്ല, ഇവിടെ റീറ്റെയിലാണ്. ഇവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ആൾക്കാർ ചോദിക്കും സാർ എന്താണ് വേണ്ടത്. അവർക്ക് ചെറിയ ചെറിയ പീസ് മതി, എന്നാലും ഇവർ ഹോൾസെയിലായിട്ട് സാധനം കൊടുക്കുന്നുണ്ട്. അങ്ങനെ മാളിൽ നിന്ന് ഇറങ്ങി ഫ്രണ്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ട്രീറ്റും ഈ ഒരു ഏരിയ, ഈ റോഡെന്ന് പറഞ്ഞാൽ തുണി ബിസിനസ് ചെയ്യുന്ന ഏരിയയാണ്. പ്രൊഡക്ഷൻ പറഞ്ഞത് തിരുപ്പൂരിൽ നിന്നാണ് സാധനം എല്ലാം ഉണ്ടാക്കി വരുന്നത്. തിരുപ്പൂർ ഇവിടെ അടുത്താണ്, ഒരു 1.5 കിലോമീറ്റർ അല്ല 1.5 മണിക്കൂർ ഡ്രൈവ് മാത്രമേ ഉള്ളൂ. രണ്ടൊരു ഫ്രണ്ട് നടപ്പുണ്ട്. നമ്മളൊരു കട അന്വേഷിച്ച് ഇറങ്ങിയതാണ്. ആ കട ഇവിടെ എവിടെയോ ആണ്. നമ്മൾ കടയിൽ കയറിയിട്ട് നോക്കട്ടെ. ഗൈസ്, ഇത് കണ്ട പ്ലാസ്റ്റിക്കിൻ്റെ ചവിട്ടുമെത്ത, തുണി, ഇതും എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ ഓല മേച്ചോണ്ടിരിക്കുകയാണ് കടയുടെ ഫ്രണ്ടിൽ. നല്ല വെയിൽ, ഒരു രക്ഷയില്ല, കിടിലം വെയിൽ. ആ കൊച്ചിന് കുടയുണ്ട്, കുടയിൽ വെച്ചോണ്ട് പോകണം, ഇല്ലെങ്കിൽ അവൻ ഭയങ്കരമായിട്ട് അനുഭവം ശക്തി.
തറയിലിടുന്ന തുണി കണ്ട ചവിട്ടി. ഇതൊക്കെ നിസ്സാര വില കാണുള്ളൂ ഇവിടെ. നമ്മൾ ഈശ്വരൻ കോവിൽ സ്ട്രീറ്റിൽ കൂടി ഡ്രസ്സ് എടുത്തുകൊണ്ട് ഡ്രസ്സ് നോക്കിക്കൊണ്ട് നടക്കിയിരുന്നു. ഇപ്പം കണ്ടതാണ് C2 ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ലേലം വിളി. വാഴക്കൊല, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, തേങ്ങ, കരിക്ക്, പഴം, അങ്ങനത്തെ ഐറ്റംസ് ലേലം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 600 നീ 100 രൂപ 100 ഒരു തരോ 100 രണ്ട് തരോ 100 മൂന്ന് തരോ 10 ലേലം വിളി സവാള, തേങ്ങ, പിന്നെ സ്പൈസസ്. ഇതെന്താണെന്നറിയാമോ? നമ്മുടെ 2 ദിവസം മുന്നേ ഇവിടെ ഒരു ഉത്സവം നടന്നില്ലേ, നമ്മൾ വരുന്ന വഴിക്ക്. ആ ഉത്സവത്തിൽ കെട്ടിയിരുന്ന പഴക്കൊലയും തേങ്ങയും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ലേലം വിളിച്ച് ഇവിടുന്ന് കൊടുക്കും. വേസ്റ്റാക്കാതെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെ തന്നെ ഉത്സവം കഴിയുമ്പോൾ അതിൽ വാഴക്കുലയും തേങ്ങയും ഇതേപോലത്തെ ഐറ്റംസ് എല്ലാം ലേലം വിളിച്ച് കൊടുക്കുന്ന പരിപാടി. സെയിം പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ നടക്കുന്നത് C2 ഓഫീസിൻ്റെ അകത്താണ്. C2 1300 ஒரு தரம் உனக்கு எதுக்கு கம்மன்ற 550 1550 600 700 750 750 800 800 1800 ஒரு தரம் 900 1900 1900 ஒரு தரம் 1900 ரெண்டு தரம் 1950 2000 2000 ஒரு தரம் 2000 ரெண்டு தரம் 2000 ரெண்டு தரம் 2000 மூணு தரம். ഈ റോഡിൽ നിന്ന് നമ്മൾ നേരെ തിരുപ്പൂര് പോവാണ്. തിരുപ്പൂര് ഡയറക്റ്റ് പോയി ഡ്രസ്സ് നോക്കാം. ഇവിടെ സാധനങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ ഇല്ല. എന്നാൽ നമുക്ക് സാരി കോണ്ടാക്ട് കിട്ടി. സാരി മിക്കവാറും ഡീലാക്കും. ഇനിയിപ്പം തിരുപ്പൂര് പോയി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണം. ടോപ്പിൻ്റെ ആയാലും വേറെ കോട്ടൺ ക്ലോത്ത്, പിന്നെ ടീഷർട്ട്, ഹുഡീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ടും കൂടി പോയി നോക്കാം. അങ്ങനെ ഈ റോഡ് ടൗണിൽ നിന്ന് കുറച്ച് മാറി NH-ലോട്ട് കയറാൻ പോവുകയാണ്. നമുക്കിപ്പം നേരെ തിരുപ്പൂര് പോവാം. തിരുപ്പൂര് ഇവിടുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ, ഒരു 56 കിലോമീറ്റർ. നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് ഡ്രസ്സ് പ്രൊഡക്ഷൻ ചെയ്യണ സ്ഥലവും അവിടുന്ന് ഡയറക്റ്റ് എടുക്കാം. ഇപ്പോൾ ഇവിടെ സാരി ഒന്ന് ഫിക്സായി. അപ്പോൾ ഇതിനേക്കാളും ബെറ്റർ തിരുപ്പൂര് കിട്ടണമെങ്കിൽ അവിടെ ഫിക്സ് ചെയ്യും. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും കുറവാണ്. ഒറിജിനൽ കോട്ടൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തോന്നിയില്ല അത് ഒറിജിനൽ ആണെന്ന്. എന്നാലും കുഴപ്പമില്ല. നമ്മുടെ ബനിയൻ ക്ലോത്തും വീട്ടിലിടുന്ന നൈറ്റി അങ്ങനത്തെ ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ. ടൈമല്ലേ അത്? ടൈമും ഉണ്ട്, ടെമ്പറേച്ചറും കൊടുക്കുന്നുണ്ട്. 35 ഡിഗ്രി സെൽഷ്യസ് 4:52 ടൈം. നന്ദ എഴുതിയിരിക്കുന്നത് നന്ദ സിദ്ധ മെഡിക്കൽ ആൻഡ് ഹോസ്പിറ്റൽ. നമ്മളിപ്പോൾ NH കയറും. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോ ഉണ്ടാകത്തേ ഉള്ളൂ. നമുക്ക് NH എത്തിയിട്ട് കാണാം.
ഗായ്സ് NH കയറി. അങ്ങനെ നമ്മുടെ കോയമ്പത്തൂരിൽ നിന്ന് വന്ന ആ NH ആണ് 544. കോയമ്പത്തൂർ കൊച്ചി NH ആണിത്. നമ്മള് തേനീച്ച ഫാമിലേക്ക് ഒന്ന് പോവാണ്. ഗായ്സ് കണ്ടെയ്നർ കണ്ട, കണ്ടെയ്നർ ഏതോ ദാബ ഫുള്ള് ട്രെയിലർ. ലോഡും വണ്ടി കുറവാണ്, ഫുള്ള് ട്രെയിലർ. NH ഫുള്ള് 12 വീലാണ് ഇപ്പം. 12 ഇപ്പോൾ ഓട്ടം കുറവാണ്. ഇപ്പം ഫുള്ള് 16 വീലാണ് കയറുന്നത്. പിന്നെ 6 വീലും 10 വീലും. നമ്മൾ NH യൂട്ടേൺ അടിക്കുകയാണ്. നമ്മൾ വരണ വഴിക്ക് ഒരു ഹണി ഫാം കണ്ട് ഒന്ന് അങ്ങോട്ട് പോയി നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അണ്ണാ ഇടിക്കല്ലേ. വേറൊരു ബസ് കാണിച്ചു തരാം. ആ ബസ്സിനെ കയറ്റിട്ടുണ്ട്. ഇത് കണ്ട, ഒരു യൂസും ഇല്ലാത്ത സാധനവും എപ്പം മറിയുമെന്ന് അതിന് പോലും അറിഞ്ഞൂടാ. ഇതിപ്പം നിർത്തി. തമിഴ്നാട് ഗവൺമെന്റ് ഇതിനിപ്പം RC കൊടുക്കള്ള. സ്പോർട് ഉണ്ട് ഹണി ഫാം സ്ട്രൈറ്റ്. ഇവിടെ അടുത്തവിടെ 2 കിലോമീറ്റർ ഇവിടെ ലെഫ്റ്റ്. ഹരി തേൻ പ്യൂർ ഹണി അവൈലബിൾ 400 meters. പണ്ണയാ തേൻ പണ്ണയ്യ. നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ഭാഷ. തേൻ പണൈ. തേൻ പണ്ണൈ. ഇത് തമിഴ് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ല, അത്രയെങ്കിലും വായിച്ചല്ല, അതൊരു വലിയ കാര്യമാണ്. നോക്കിയാ മയിലെങ്കിൽ മയില് ഇതാ രണ്ടെണ്ണം കിടപ്പുണ്ട്. ഒന്ന് താണ്ട മയില്, ഒരു മയിൽ അങ്ങ് കാണാൻ പറ്റുമെന്നോട്. ഞങ്ങൾ വരണ വഴിക്ക് 2 മയിലിനെ കണ്ടു. അപ്പൊ ഞങ്ങള് പ്ലാനൊന്ന് മാറ്റിയായിരുന്നു. തേന് ഫാം ചോദിച്ചോക്കട്ടെ, ഹണി ഉണ്ടാകുന്നു. ഇതാണ് ഫാമിൻ്റെ ഹാം. നമ്മളെ വന്ന വഴി അതിലെ NH യൂട്ടേൺ അടിച്ച് ഇങ്ങനെ വന്ന് ഇങ്ങനെ കറങ്ങി ഈ വഴി ഇങ്ങനെ കയറി. അതാ ഇവിടെയുണ്ട് 2 മൈൽ. അടുത്തോട്ട് പോയി കാണിച്ചു തരാം. 1 മൈൽ ഓടിപ്പോയി എൻ്റെ ശബ്ദം കേട്ട്. 1 മൈലാണ് ഇവിടെ ഉണ്ട്. തമിഴ്നാട്ടിൽ മിക്ക സ്ഥലങ്ങളിലും ഈ ഒഴിഞ്ഞ പ്രദേശത്തിൽ കാണും മയില്. തമിഴ്നാട് മിക്ക പ്രദേശം ഒഴിഞ്ഞതാണ്. പിന്നെ ഇങ്ങനെ സിറ്റി പോലത്തെ സ്ഥലങ്ങൾ മാത്രമേ ഇങ്ങനെ റഷായിട്ടുള്ളൂ. വണ്ടി അവിടെയിട്ട് ഹരിച്ചട മുട്ടൻ വ്ളോഗിങ്ങാണ്. എന്നെ തകർത്തടിക്കുമെന്നാണ് പറയണത്. ഇതൊരു എത്ര ഏക്കർ കാണും? നല്ല സ്ഥലമുണ്ട്. ഈ ഒരു വലിയ ഏക്കറിൽ ഒരു ഫാം, ഒരു ചെറിയ വീട്. ദാറ്റ്സ് എ ലൈഫ്. നമ്മൾ വരണ വഴിക്ക് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ഇവിടെ നല്ലൊരു കിടിലം സൺസെറ്റ് കണ്ട. എങ്ങനെയുണ്ട്? ഞാൻ കുറച്ച് ഡാർക്കായി കാണിച്ചത്. പൊളിയല്ലേ? നമുക്ക് പോവേണ്ടത് ഇങ്ങോട്ടാണ്, വന്നത് ഈ വഴി. നമ്മൾ തിരുപ്പൂർ എത്തി. കണ്ടോ, ഫുള്ള് വലിയ വലിയ ലൈറ്റിട്ട കടകളാണ്. ഏറ്റവും വലിയ ലൈറ്റ് ബാർ. രാത്രി ആയതുകൊണ്ട് വലിയ വ്യൂ ഇല്ല. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ ക്യാമറയിൽ വീഡിയോ എടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റാണേ. എനിക്ക് തോന്നുന്നു കടയുടെ പേരെന്തായിരുന്നു? ശ്രീ മുരുക എന്നാണ് തോന്നുന്നു. ഈ സൈഡ് എവിടെയാണ്? ശ്രീമുരുക റൈറ്റ് സൈഡിൽ. ആ ലൊക്കേഷൻ കൊണ്ട് അപ്പുറത്തല്ലേ കാണിക്കുന്നത്. നമ്മളൊരു കട തപ്പി പിടിച്ച് ഇപ്പം അങ്ങോട്ടാണ് പൊക്കോണ്ടിരിക്കുകയാണ്. ശ്രീമുരുക. അതുകൊണ്ട് എവിടെ? അത് സ്റ്റിച്ചിങ് സെന്റർ ആണ് കേട്ടോ. അല്ല, മാച്ചിങ് സെന്റർ ആണ്. മാച്ചിങ് സെന്റർ. വണ്ടി അങ്ങനെ കൊണ്ട് പാർക്ക് ചെയ്ത് ആർശേഷി നമ്മളാ കടയുടെ ഫ്രണ്ടിൽ ഇറക്കി വിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ അടുത്ത് തന്നെ ഫ്രണ്ടിൽ തന്നെ. നമ്മളിപ്പോൾ ഉള്ളത് തിരുപ്പൂരാണ്.
തിരുപ്പൂർ എന്ന് പറഞ്ഞാൽ ഡ്രസ്സിൻ്റെ മാനുഫാക്ചറിങ്ങും എല്ലാം സംഭവങ്ങളെല്ലാം ഉള്ള സ്ഥലമാണ് ഇവിടെ നല്ല ഡിസ്കൗണ്ട് പ്രൈസിന് നല്ല ക്വാളിറ്റി ഡ്രസ്സ് കിട്ടും. നമ്മൾ നോക്കുന്നത് കോട്ടൺ ക്ലോത്താണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ അതുണ്ടെന്ന് പറഞ്ഞു. RCC ഇപ്പം വിളിച്ചിട്ട് പറഞ്ഞു സാധനമുണ്ട് വാങ്ങും പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇതാണ് കട ശ്രീമുരുകൻ, തിരുപ്പൂരിലുള്ള ശ്രീമുരുകൻ. ഇവിടെ കട്ടിങ് ഇല്ല, നമുക്ക് അങ്ങോട്ട് പോയി തിരിക്കണം. ഹരിച്ചേട്ടാ അതുകൊണ്ട് ആ ഗ്യാപ്പിൽ കൂടി ഇറങ്ങാം. ആണ് ഇത് ചെന്നൈ മൊബൈൽ. ഇവിടെ ഫുള്ള് ഡ്രസ്സിൻ്റെ കടയാണ്. ഫുള്ള് ഡ്രസ്സിൻ്റെ കടയാണ്. നമ്മൾ ഈ ഷോപ്പിൽ ഒന്ന് കയറി നോക്കിയിട്ട് വരാം. ഇതാണ് കട. ഇവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളുണ്ട്. റേറ്റ് കുറവുണ്ടാകും, നോക്കട്ടെ. ഡ്രസ്സിൻ്റെ ഏകദേശം കുറവാണ്, നമുക്കറിയാം. പക്ഷെ ഫോണിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് 200 രൂപ ഉള്ളൂ. ഇത് ഏത് ഫോണിൻ്റെ ആണെന്ന് പറഞ്ഞൂടാ. നമ്മളിപ്പോൾ നോക്കുന്ന S23യുടെ ബാക്ക് പൗച്ചാണ്. ഇത് 150 രൂപ. അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇതും 200 രൂപ. ഐഫോണിൻ്റെ എത്രയാണ് നോക്കട്ടെ. ഐഫോണിൻ്റെ വന്നിട്ട് 400 രൂപ. 400 രൂപ കുറവാണെന്ന് എനിക്കറിയില്ല, ഞാൻ ഐഫോൺ യൂസ് ചെയ്തിട്ടില്ല. എന്നാലും ഇതിന് കുറയും വേണമെങ്കിൽ. ഇട്ടിരിക്കുന്ന റേറ്റ് ആയിരിക്കില്ല. ഇത് S23 നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. 400 രൂപ. ഇപ്പം വലിയ വില കുറവൊന്നുമില്ല, എന്നാലും സാധനം കൊള്ളാം. അവിടെ S23യുടെ സ്റ്റോക്കില്ല, ഒരു പീസ് മാത്രമേ ഉള്ളൂ. ഒരു സാധനം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഞാൻ ഇപ്പോൾ പോക്കോയുടെ ചോദിച്ചാൽ ഈ ഫോണിൻ്റെ സാധനം ഇല്ല. ഇത് ഓൺലൈൻ പീസാണ് ഈ ഫോൺ. അതുകൊണ്ട് മിക്ക കടകളും ഇല്ല. ഞാൻ ട്രിവാൻഡ്രത്തും കയറി ചോദിക്കുന്നുണ്ട്, അവിടെയും ഇല്ല. ഇതാണ് ആ കട. അകത്തോട്ട് കയറി നോക്കാമേ. ചെരുപ്പ് വരണം. ഹരിച്ചേടാ ചെരുപ്പ് കിട്ടിയാറ്. പമ്പിൽ പെട്രോൾ ഫില്ല് ചെയ്യാൻ വന്നതാണ്. ഫ്രണ്ട് വൈപ്പറിൽ വെള്ളമില്ല, വെള്ളം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗ്ലാസ്സൊക്കെ കഴുകി, 4 ഗ്ലാസും കഴുകി സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. നമ്മളിപ്പം പോകാൻ പോണത് നേരെ കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ ചെറിയൊരു പരിപാടിയുണ്ട്. പിന്നെ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി, തിരുപ്പൂരിലെ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി നേരെ കോയമ്പത്തൂർ റൂട്ടിലാണ്. നമ്മളിപ്പം പോകാൻ പോണത് പൊള്ളാച്ചിയാണ്. പക്ഷേ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത് ഒരു ഷോപ്പിൽ ചുമ്മാ ഒന്ന് കയറിയതാണ്. അവിടെ ഒരു മലയാളി ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പുണ്ട് കോയമ്പത്തൂർ. അപ്പോൾ പുള്ളിക്കാരി അഡ്രസ്സൊക്കെ തന്നു. നമുക്ക് പോണ വഴിക്ക് അവിടെയും കൂടി കയറണം. പക്ഷേ ഇപ്പം സമയം 10 മണി എന്തോ ആവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ കയറാൻ പറ്റുള്ളൂ ഷോപ്പിൽ. അപ്പോൾ നമ്മൾ ഒരു സ്റ്റേ അടിക്കും കോയമ്പത്തൂർ. പിന്നെ അവിടെ നിന്ന് നേരെ പൊള്ളാച്ചി. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. രാത്രിയായി, വലിയ വെട്ടമൊന്നുമില്ല. അതുകൊണ്ട് നല്ല നല്ല വീഡിയോസുമായിട്ട് നാളെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.